കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു മനോഹരമായൊരു കഥയുണ്ട്. ആ കഥ നിങ്ങളുടെ മുന്നിലോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പരിശ്രമിക്കുകയാണ്. ആ കഥ ഇങ്ങനെ പോകുന്നു. ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു സായാഹ്നത്തിൽ ഒരു പിതാവും മകനും കടൽ തീരത്തൂടെ നടന്നു പോവുകയായിരുന്നു. ഉടനെ കടൽ തിരമാലകളിലൂടെ ഉയർന്നു വന്ന അല്ലെങ്കിൽ കടൽ തിരമാലയിൽ അടിഞ്ഞു വന്ന ഒരു വർണ്ണപ്പകിട്ടേറിയ ഒരു ചിപ്പിയെ കണ്ട് ഈ മകൻ ആ ചിപ്പിയെ ചെന്ന് എടുക്കുകയാണ്. വളരെ ആശ്ചര്യപൂർവ്വം ആ ചിപ്പിയുമായിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് വന്ന മകൻ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഈ ചിപ്പി ശൂന്യമാണ്. അപ്പോൾ പിതാവ് ചിരിച്ചുകൊണ്ട് ആ മകനോട് പറയുന്നത് ഇങ്ങനെയാണ്, മകനെ, ഇപ്പോൾ അത് ശൂന്യമാണ് എങ്കിലും അതിൽ ജീവനുണ്ടായിരുന്നു. ഈ ഒരു വാക്ക് എന്നെ വളരെ അധികമായിട്ട് ദൈവം ചിന്തിപ്പിക്കാൻ ഇടയാക്കിയ ഒരു വാക്ക് തന്നെയാണ്. കഥയുടെ ഒരു സാരാംശമാണ് എങ്കിൽ പോലും കൂടുതൽ ചിന്തിപ്പിക്കാനായിട്ട് ആ വരികൾക്ക് സാധിച്ചു. എന്നെ ചിന്തിപ്പിച്ചതാണ്, നമ്മുടെ ശരീരവും ഒരു ചിപ്പി തന്നെയാണ്. ദൈവാത്മാവില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ആ ശൂന്യമായ ചിപ്പിയെ പോലെ നമ്മൾ ശൂന്യമായി പോകുന്ന ഓരോ നിമിഷങ്ങളും അവസ്ഥകളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വന്നിരിക്കാം. പക്ഷേ എന്നിട്ടും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തൊരവസ്ഥയെ, അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയെ, അല്ലെങ്കിൽ അവിടത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് കാണാം, പലരും ഈ ഒഴിഞ്ഞ ചിപ്പിയായി, ദൈവാത്മാവില്ലാത്ത ഈ ഒഴിഞ്ഞ ചിപ്പിയായിട്ട് നടക്കുന്ന ഒരുപാട് പേര്. അവരിലേക്ക് കർത്താവിനെ എത്തിക്കുവാനും അവിടുത്തെ പരിശുദ്ധ സുവിശേഷം അറിയിക്കുവാനും ആ ആത്മാവിനെ വീണ്ടെടുക്കുവാനും ദൈവാത്മാവിനെ നൽകി ആ ചിപ്പിയെ വീണ്ടും പ്രവർത്തനത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 8 നോമ്പിൻ്റെ അവസാന സമയങ്ങളിൽ ഇവിടെ കടന്നു പോവുകയാണ്. നാളെ മാതാവിൻ്റെ ജന്മത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓരോ നോമ്പും ഓരോ പ്രാർത്ഥനയും ഓരോ പരിത്യാഗ പ്രവൃത്തികളും ചിന്തിപ്പിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ഒരൊറ്റ കാര്യമാണ്: ആത്മപരിവർത്തനം, അതുപോലെ തന്നെ ആത്മാവിൻ്റെ പരിശുദ്ധി. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ എന്ന ആഹ്വാനത്തിൽ കർത്താവ് നമ്മളെ തൻ്റെ പിതാവിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുതൽ ചിന്തിക്കാം, എത്രത്തോളം ദൈവാത്മാവിനാൽ പ്രചോദിതരാണ് നമ്മൾ, എത്രത്തോളം ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും എത്രത്തോളം നമ്മൾ ആത്മപരിശുദ്ധിക്കും ശരീരശുദ്ധിക്കും അതുപോലെ തന്നെ കർത്താവിനോട് എത്രത്തോളം അടുക്കുവാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടെന്നും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഒഴിഞ്ഞ ചിപ്പിയായി മാറാതെ ദൈവാത്മാവ് വസിക്കുന്ന പ്രവർത്തനം വളരെ മനോഹരമായ, നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നല്ല ഭംഗിയുള്ള ചിപ്പിയായിട്ട് മാറുവാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മാതാവിൻ്റെ ജന്മത്തിനാൾ മുമ്പായിട്ടുള്ള മംഗളങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ആമേൻ.